നമസ്കാരം സുഹൃത്തുക്കളെ, വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കുത്തിയതോടാണ്. കുത്തിയോട് എന്ന് പറയുമ്പോൾ നമ്മുടെ കുത്തിയോട് പള്ളിയിലേക്ക് പോകുന്ന റൂട്ടാണ്. നമ്മൾ ഈ ബാക്കിൽ കാണുന്ന ഈ റോഡ് വഴി പോകുമ്പോഴാണ് കുത്തിയോട് പള്ളിയിലേക്ക് പോകുന്നത്. അതായത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് നമുക്ക് ഈ വഴി തന്നെ പോകാം. കുത്തിയോട് പള്ളിയുടെ അടുത്തായത് SBI ബാങ്കിന്റെ അടുത്തായിട്ട് വരും നമ്മുടെ ഈ സൈറ്റിൽ വന്നിരിക്കുന്നത്. നമ്മുടെ വെസൽ ഫിൽട്രേഷൻ ചെയ്യാൻ വേണ്ടി തന്നെ വന്നിരിക്കുന്നത്. നമ്മൾ ഇപ്പോഴും ചെയ്യുന്ന 1354 ടാറ്റയുടെ വെസലാണ് നമ്മളിവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ അയണിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് pH 5 അടക്കുന്നത്. pH താഴെയാണ്, 5 താഴെയാണ്. അപ്പൊ ഞാൻ വെള്ളം ഇവിടുത്തെ കാണിച്ചു തരാം. നമ്മളുടെ കിണർ ഇതാണ്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ വലിയ അഴുക്കായിട്ട് തോന്നുന്നില്ല, തെളിഞ്ഞിടക്കുകയാണ്. മഴയൊക്കെ പെയ്തതിന്റെ പേരിൽ 2 ദിവസമായിട്ട് ഇത്തിരിയോളം മഴ കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരിലാണ് ഇത്തിരിയോളം തെളിഞ്ഞിടപ്പുണ്ട്. പക്ഷെ അയണിന്റെ സാന്നിധ്യം ഉണ്ട്. അല്ല, വലിയ രീതിയിലല്ല, ഒരു കുറച്ച് അയണിന്റെ സാന്നിധ്യം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ pHന്റെ കുറച്ച് അഭാവമുണ്ട്. അപ്പൊ ഈ വക പ്രശ്നങ്ങൾ നമുക്ക് ഇവിടെ മാറ്റേണ്ടത്. അപ്പോൾ സിംഗിൾ ഫ്ലോർ ആണ്, നമുക്ക് താഴെ തന്നെയാണ് വെക്കേണ്ടത്. ഗ്രാവിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ കൂടി പോകുമ്പോൾ അവിടെയാണ് നമുക്ക് വെക്കേണ്ട സ്ഥലം. അത് നിങ്ങളെ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അതുകൂടാണ്ട് നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കണ്ടു മനസ്സിലാക്കാം. ബൈ. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ കൂടി വരുമ്പോഴാണ് വെക്കേണ്ടത്. സ്പേസ് ഇത്തിരി കുറവാണ്, ഗ്രാവിറ്റിയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോ 1 ഇഞ്ചിന്റെ ലൈനാണ് വന്നിരിക്കുന്നത്. അതൊരു അഭാവം തന്നെയാണ്. നേരത്തെ ലൈനിൽ വന്നിരിക്കുന്നത് സാധാരണ 1.5 ഇഞ്ചാണ് സാധാരണ ഇറങ്ങാറ്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് 1 ഇഞ്ചിന്റെ ലൈനാണ്. അപ്പൊ ഇവിടെ 1-2 ബാത്റൂമുകൾ ഉള്ളൂ. 2 ബാത്റൂമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് പ്രഷറിന്റെ ഒരു വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. എന്നാലും നമുക്ക് ഉള്ള ഫെസിലിറ്റി വെച്ച് നമുക്ക് ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ 1 ഇഞ്ചിന്റെ ലൈനിൽ നമുക്ക് ഇവിടെ ഒന്നില്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഇപ്പുറത്ത് കണ്ടിട്ടാണ് നമുക്ക് നോക്കണം. അതിന്റെ വെച്ച് നോക്കിയതിന് ശേഷം എവിടെയാണ് കുറച്ചുകൂടി കംഫർട്ടായിട്ട് വരുന്നത് അവിടെ ഏരിയയിൽ നമുക്ക് കൊടുക്കേണ്ടത്. മോട്ടോർ ലൈനും അടുത്ത് തന്നെ ഉണ്ട്. മോട്ടോർ ലൈനിൽ നിന്ന് നമുക്ക് ലൈൻ എടുക്കേണ്ടതുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ വെസൽ വെക്കേണ്ട സ്ഥലം നമ്മൾ സെലക്ട് ചെയ്തത് ഇവിടെ തന്നെയാണ് കുറച്ചും കൂടി കംഫർട്ട് എന്നാണ് കസ്റ്റമറുടെ അഭിപ്രായം. കാരണം ഇവിടെ ജസ്റ്റ് ഒരു വാക്ക് വേ മാത്രം, അതായത് ഒരാൾക്ക് നടന്നു പോകാനുള്ള രീതിയിലുള്ള ഒരു സ്പേസ് മാത്രം ഇട്ടാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കുറച്ച് സ്പേസ് കൂടുതൽ വേണം. അപ്പൊ ഉള്ള പരിമിതിയിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് അത് ഫിക്സ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോ ലൈൻ ഇതാണെന്ന് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ലൂപ്പ് ചെയ്താണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ മീഡിയാസ് ഒക്കെ ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ MNOT ഉണ്ട്, കാറ്റലോഗ്സ് ഉണ്ട്, കാർബൺ ഉണ്ട്, ബാക്കി സപ്പോർട്ടിംഗ് മീഡിയാസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഉടനെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം.
അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ 1354 വെസൽ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തു. നമ്മുടെ മീഡിയാസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്തു. പ്ലംബിംഗ് വർക്കിന്റെ വർക്ക് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പ്ലംബിംഗ് വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തതായിട്ട് ഇതിന്റെ ബാക്ക് വാഷ് എന്നുള്ള പ്രൊസീജിയറിലേക്ക് കടന്നിട്ട് നമ്മൾ ബാക്ക് വാഷ് ചെയ്തതിനു ശേഷം ഇതിന്റെ ക്വാളിറ്റി ഒന്ന് എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അതിന് മുന്നേ നമ്മളുടെ വെള്ളം ഇവിടെ പഴയ വെള്ളം ഉണ്ട്, നമ്മുടെ റോ വാട്ടർ ഉണ്ട്, അതിന്റെ ഞാൻ കാണിച്ചു തരാം. പോയാ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇറങ്ങി വരുന്ന ലൈനിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങി നോക്കിക്കോളൂ. ഇറങ്ങി വരുന്ന ലൈനാണിത്. ഇവിടെ നമ്മൾ നേരിട്ട് നോർമൽ ഗ്രാവിറ്റി സിസ്റ്റത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എൻട്രി ആയി, അതിനുശേഷം ഇവിടുന്ന് ഔട്ട് വന്ന് നേരെ ഇവിടുന്ന് വീണ്ടും നമ്മുടെ പഴയ ലൈനിൽ വന്ന് ലൂപ്പ് ആവും. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട്. അത് ബൈപ്പാസ് വാൽവാണ്. അത് നമ്മൾ അടച്ചു വെക്കും. കാരണം ഇതിന്റെ ആവശ്യകത ഇനി ഇല്ല. നോർമലി നമ്മൾ ഇങ്ങനെ വന്നിട്ടാണ് ഇതിലേക്ക് കയറുന്നത്. അതിനുശേഷം ഇതിൽ നിന്ന് ഔട്ട് വന്ന് വീണ്ടും നമ്മുടെ ലൈനിൽ വന്ന് ചേരും. അപ്പൊ ഇവിടെ 2 വാൽവ് ഉണ്ട്. ഇവിടെ ഒരു ഔട്ട്ലെറ്റ് വാൽവും ഇവിടെ ഒരു ഇൻലെറ്റ് വാൽവും. ഇതാണ് നോർമൽ ഓപ്പറേഷനിൽ വരുന്നത്. ഇൻ കേസ് ഈ വാൽവ് എന്തിനാ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഇതൊരു ബൈപ്പാസ് വാൽവായിട്ട് കാണേണ്ട കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമ്മുടെ വെസലിന് ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വാൽവ്, അതായത് ഇൻലെറ്റ് വാൽവും ഈ ഒരു ഔട്ട്ലെറ്റ് വാൽവും അടച്ചിട്ട് ഈ വാൽവ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ പഴയ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യും. അതായത് വെള്ളത്തിന്റെ ഷോർട്ടേജ് നമുക്ക് വരത്തില്ല. പിന്നെ നമുക്ക് ടൈം എടുത്ത് നമ്മുടെ വെസലിന്റെ മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റും. അതിനാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചേക്കുന്നത്. നിലവിൽ ഇപ്പം ഇതിന്റെ ആവശ്യമില്ല. നമ്മൾ ഫിൽട്ടർ വാട്ടർ വഴിയാണ് ഇപ്പം എല്ലാം ഉപയോഗിക്കാൻ പോകുന്നത്. ഫിൽറ്ററിന് വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഫിൽട്ടർ ചെയ്തിട്ടുള്ള വെള്ളം ആയിരിക്കും നമുക്ക് അകത്തേക്ക് എടുക്കാൻ പോകുന്നത്. പിന്നെ ഈ ഒരു ലൈൻ എന്താണെന്ന് വെച്ചാൽ മോട്ടറിന്റെ ലൈനാണ്. ഈ പോകുന്ന ലൈൻ മോട്ടറിന്റെ ലൈൻ. ഇതിൽ നിന്ന് നമ്മളൊരു ലൈൻ ടാപ്പ് ചെയ്ത് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻലെറ്റിലേക്ക് ലൂപ്പ് ചെയ്തിട്ടുണ്ട്. അത് പ്രഷർ ബാക്ക് വാഷിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ സിസ്റ്റം. അപ്പൊ നമുക്ക് ഇനി അടുത്തത് ബാക്ക് വാഷ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വെള്ളം ഇവിടെ റോ വാട്ടർ ഇവിടെ എടുത്തു വെച്ചെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ വെള്ളത്തിന് ഞാൻ കാണിച്ചു തരാം. ഈ ബക്കറ്റിൽ കാണുന്നതാണ് റോ വാട്ടർ. ഗ്ലാസ്സിൽ കുറച്ചുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. ഒരു ക്ലൗഡ്നെസ്, അതായത് ചെറിയൊരു എന്താ പറയാ അഴുക്ക്, ചെളിയും അഴുക്കൊക്കെ കലങ്ങിയ ഒരു വെള്ളമാണ്. ഞാൻ നേരത്തെ നിങ്ങളെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ ഞാൻ കാണിച്ചായിരുന്നു പൈപ്പിലുള്ള അഴുക്കിന്റെ അവസ്ഥ. അപ്പൊ ആ ഒരു അഴുക്ക് കലങ്ങി മറിഞ്ഞു വരുന്ന ഒരു ഇതാണ് കാണുന്നത്. ഇനി അതിനുശേഷം നമ്മളുടെ ഫിൽട്ടർ വഴി വരുന്ന വെള്ളം, ഫിൽട്ടർ വാട്ടറിന്റെ ക്വാളിറ്റി കൂടി ഞങ്ങൾ കാണിച്ചു തരാം. അതിന് മുമ്പ് ബാക്ക് വാഷ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ ബാക്ക് വാഷ് മോഡിലേക്ക് ഇട്ടേക്കണത്. ഫിൽട്ടർ ഇപ്പൊ എംറ്റി ആയിരിക്കേണ്ടത്, മൊത്തം നിറഞ്ഞ് നമുക്ക് ബാക്ക് വാഷിൽ കൂടി വെള്ളം അവിടെ പോകണം. ബാക്ക് വാഷ് ലൈനിൽ കൂടി വെള്ളം അവിടെ പോകും. അപ്പൊ ആദ്യം നമുക്ക് ഈ മീഡിയം ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഇതിനെല്ലാം ശേഷമാണ് നമുക്ക് അതിന്റെ പ്രൊഡക്ഷൻ ഞാൻ എടുത്ത് നിങ്ങൾ കാണിച്ചു തരാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ബാക്ക് വാഷ് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ എടുത്ത് നിങ്ങൾ കാണിച്ചു തരാം. സാമ്പിൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു സാമ്പിൾ വാല് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രൊഡക്ഷൻ നിങ്ങൾക്ക് വ്യക്തമായി തന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ റോ വാട്ടർ ഇവിടെ ഉണ്ട്. റോ വാട്ടർ നേരത്തെ എടുത്ത് വെച്ചതാണ്. അപ്പൊ അത് തമ്മിൽ വ്യത്യാസം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് ഈ ഒരു വെള്ളം ഇതിപ്പോ കുറച്ച് സെറ്റിൽ ഡൗൺ ആയിട്ടില്ല. അത് ഞാൻ കാണിച്ചു തരാം. ഇത് കുറച്ച് ക്ലൗഡ്നെസ് ഫീൽ ചെയ്യുന്ന വെള്ളമാണ്. കണ്ടാ, സെഡിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നല്ല ക്ലിയർ വാട്ടർ ആയിട്ട് കിട്ടുന്നത്. അതായത് ഈ അഴുക്ക് എന്ന് പറയാനായിട്ട് നമ്മുടെ കിണറ്റിൽ നിന്ന് വരുന്ന ചെളിയും പായലും അങ്ങനെയുള്ള കുറച്ച്, പിന്നെ അയണ്ട സാധനവും ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ ലൈനിൽ, നമ്മുടെ പൈപ്പ് ലൈനിൽ അടിഞ്ഞു കൂടിയിട്ട് അതിൽ നിന്ന് വരുന്ന ഒരു വെള്ളമാണത്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫിൽട്ടർ വാട്ടർ. അപ്പൊ രണ്ടിന്റെ വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആവുകയാണ്. അതിനു മുന്നേ നമ്മുടെ കസ്റ്റമറോട് നമുക്ക് ഇതിന്റെ അഭിപ്രായം ചോദിക്കാം. എങ്ങനെയായിരുന്നു ഇവിടുത്തെ വെള്ളത്തിന്റെ അവസ്ഥ, എന്താണ് ഇവർ ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്, എന്ത് ബുദ്ധിമുട്ടാണ് ഇവർ നേരിട്ടുകൊണ്ടിരുന്നത് വെച്ചുള്ള കാര്യം ചോദിക്കാം. എന്നിട്ട് അതിന്റെ സാമ്പിളും ഒന്ന് എടുത്തിട്ട് അവരോട് നമുക്ക് അഭിപ്രായം ചോദിച്ചോളാം. നമ്മുടെ ബീച്ചേട്ടാ പോയോ, നമ്മുടെ വർക്ക് കഴിഞ്ഞുള്ളവരെ അറിയാലോ. അപ്പൊ നമ്മുടെ സാമ്പിൾ ഒന്ന് എടുത്തിട്ട് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയൂ, എന്താണ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട്, ഇപ്പൊ എങ്ങനെയാണ് കാണുന്നത്? ഇതിപ്പോ നല്ല ക്ലീൻ കാണുന്നുണ്ട്. ആദ്യം നമ്മളൊരു കലക്കലുണ്ടായിരുന്നു, പിന്നെ കുറച്ച് സ്മെല്ലുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ നോട്ടത്തിലൊക്കെ നല്ല ക്ലിയർ ആണ് വെള്ളം. സ്മെല്ലൊന്നും ഇല്ല, സ്മെല്ലൊന്നും ഇല്ലാത്ത. പിന്നെ പഴയ വെള്ളം കാണിച്ചൊന്നല്ല. അപ്പൊ ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾക്കും ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പൊ പുതിയൊരു വർക്കുമായി വരുന്നവരെ ബൈ.